ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമുക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടം. അത് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അത് റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് ഞാനൊരു 6 കപ്പ് അളവിനുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്, ചെറിയ കപ്പിന് കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ 4 ചെറുപഴം എടുത്തിട്ട് മിക്സിൻ്റെ ജാർക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചെറുപഴമാണെന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. എന്തോ പഴമാണോ ഫ്രൂട്ട്സ് ആണെന്ന് മനസ്സിലാവും, പക്ഷേ ചെറുപഴമാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇതിലൊരു സീക്രട്ടായിട്ടുള്ളൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ അതാ ഒരു 10-15 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ബദാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്നും കൂടെ അടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു നമുക്കിതിന് ബൂസ്റ്റോ ഹോർലിക്സോ എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ. ഞാനിപ്പോൾ 5 രൂപേൻ്റെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിൽ പിന്നെ ബൂസ്റ്റ് പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എടുത്തെടുക്കട്ടോ നമുക്ക്. അപ്പോൾ അതാ ഞാൻ ഒരു പാക്കറ്റ് ബൂസ്റ്റല്ല ഹോർലിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ബാക്കി ഒരു 1.25 കപ്പ് തേങ്ങാപ്പാലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഇതിൽ തന്നെ വേണ്ട, ഭയങ്കരമായിട്ട് അങ്ങോട്ട് ലൂസായി പോവരുത്. പിന്നെ നമ്മൾ ഇതുവരെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല. പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ല, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലുള്ളവരൊക്കെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തോണ്ടിട്ടോ. പിന്നെ അത് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം അതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിക്കണം കേട്ടോ. ഇനിയാണ് നമ്മൾ ഈ ബൗളിൽ വെച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. പിന്നെ അതാ ഞാൻ 2 ചെറുപഴം കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറുപഴം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആപ്പിളൊക്കെ നമ്മളെ കയ്യിലുണ്ടെന്ന്, അനാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അല്ലാതെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതൊന്നും കയ്യിലില്ലാത്തവർ എന്നെപ്പോലെ ഈ പഴം മാത്രം അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഇതാ ഒരു 2 ടേബിൾ സ്പൂണോളം കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല തണുപ്പിച്ച് കുടിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ ഇത് നല്ലോണം ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഐസ് ക്യൂബ് ഇട്ടിട്ട് തണുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് തണുപ്പിച്ച് കൊടുക്കുന്നത്. നല്ലോണം 2 പിടി വാരി വിതറുന്നുണ്ട് കേട്ടോ. നമ്മളെ തണുപ്പിനനുസരിച്ചിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലോണം ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനിയാണ് ഞാൻ പറയുന്ന സീക്രട്ടായിട്ടുള്ള ഒരു സംഭവം ചേർത്തെടുക്കണം എന്നുള്ളത്. ഇത് ടൈഗറിൻ്റെ ഇത് മാംഗോ എസൻസ് ആണ് കേട്ടോ. ബദാമിൻ്റെ എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്തെടുക്കുക കേട്ടോ. അത് രണ്ടും ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിതൊരു 3 ഡ്രോപ്പ് മാത്രമാണ് ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റിനനുസരിച്ചിട്ടും നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. എന്നാലും ഓവറായിട്ട് ഇങ്ങോട്ട് കൂട്ടി കൊടുക്കരുത്, ഒരു കുത്തണ ടേസ്റ്റ് വരും കേട്ടോ. മിതമായ അളവിൽ ചേർത്തെടുക്കട്ടോ. പിന്നെ എല്ലാവർക്കും ഈ ചാനൽ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന പുതുതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഓൾ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസൊക്കെ നല്ലോണം ഇളക്കി സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഓവറായിട്ട് ലൂസായി പോവരുത്.
ഓവറായിട്ട് ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് കട്ടിയായിട്ട് തിക്കായിട്ട് എടുക്കും വേണ്ട. നമുക്കിങ്ങനെ വലിച്ച് കുടിക്കാനുള്ള പാകത്തിലുള്ള ഒരു ഇതാക്കി എടുക്കട്ടോ. നോമ്പൊക്കെ അല്ലേ വരുന്ന, നോമ്പിനൊക്കെ നമുക്ക് നോമ്പ് തുറക്കണ നേരത്തേക്കൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പ് കരട്ട ശരീരത്തിന് കിട്ടൽ. തേങ്ങാപ്പാലും പിന്നെ ചെറുപഴമൊക്കെ അല്ലേ നമ്മൾ നോമ്പിന് അധികം ചെറുപഴമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു തണുപ്പ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവട്ടെ. നോമ്പ് പറക്കുന്ന ടൈമിൽ ഒരു ദിവസത്തെ ജ്യൂസ് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുണ്ടെന്ന് കരുതാണ് കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ സംഭവം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ചേരുവ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറ തിരൂർ.